Hi students, Standard 8ലെ Chapter 7 Data Analysis on a Computer എന്ന ചാപ്റ്ററിലെ പ്രാക്ടിക്കൽസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നിരിക്കുന്നത് ആദ്യം തന്നെ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻസ് ഫോർ ദ മന്ത്സ് ഓഫ് ജൂൺ ആൻഡ് ജൂലൈ എന്നാണ്. അപ്പോൾ ഇവിടെ ഒരാളുടെ ഇൻകം തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻകം നമുക്കൊരു ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. നമ്മൾ മുമ്പ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് കാൽക്കിനെ കുറിച്ച്. അപ്പോൾ ഇവിടെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ടു ഓർഗനൈസ് ആൻഡ് അനലൈസ് ഇൻഫർമേഷൻ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ വേരിയസ് ഫീൽഡ്സ് സച്ച് എസ് എഡ്യൂക്കേഷൻ, പേഴ്സണൽ ഫിനാൻസ് ആൻഡ് ബിസിനസ്. അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ലിബ്രെ ഓഫീസ് കാൽക്കാണ്. ഇതൊക്കെ തിയറിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതർ എക്സാമ്പിൾസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ ഉണ്ട്, അപ്പാഷെ ഓപ്പൺ ഓഫീസ് ഉണ്ട്, ന്യൂമറിക്, കാലിഗ്രാഫ് ഷീറ്റ്സ് ആൻഡ് ആപ്പിൾ നമ്പേഴ്സ്. അപ്പം നമുക്കൊന്ന് ലിബ്രെ ഓഫീസ് കാൽക്കെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം അതിനായിട്ട് ഇവിടെ ആപ്ലിക്കേഷൻസിൽ കാൽക്കെന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാൽക്ക് ലിബ്രെ ഓഫീസ് കാൽക്കെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് കാണാം അൺടൈറ്റിൽഡ് 1 ലിബ്രെ ഓഫീസ് കാൽക്കെന്ന് തന്നിട്ടുണ്ട്. ഈ അൺടൈറ്റിൽഡ് 1 എന്നുള്ളത് നമ്മൾ എന്താണോ ഇവിടെ നെയിം കൊടുക്കുക, സേവ് ചെയ്യുമ്പോൾ എന്താണോ നെയിം കൊടുക്കുക ആ നെയിമാണ് ഇവിടെ വരിക. അപ്പോൾ ഇതിനെ നമ്മൾ പറയുക ടൈറ്റിൽ ബാർ എന്നാണ്. ഈ മിനിമൈസ് ബട്ടണും മാക്സിമൈസ് ബട്ടണും ക്ലോസ് ബട്ടണൊക്കെയുള്ള ഈ ഒരു ബാറിനെ നമ്മൾ പറയുക ടൈറ്റിൽ ബാർ എന്നാണ്. രണ്ടാമത് നിങ്ങൾക്ക് കാണാം പല മെനൂസ് ഇവിടെയുണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മെനൂസ് തന്നിരിക്കുന്ന ഈ ബാറിനെ നമ്മൾ പറയുന്നത് മെനു ബാർ എന്നാണ് പറയുക. ഇനി അടുത്തത് തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഐക്കൺസ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ന്യൂ, ഓപ്പൺ, അതേപോലെ തന്നെ സേവ്, അതേപോലെ തന്നെ പ്രിൻറ്റ് പ്രിവ്യൂ, കട്ട്, കോപ്പി, പേസ്റ്റ്, അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഐക്കൺസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ പറയുക സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. കോപ്പി പേസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന ഈ ഒരു ബാറാണ് നമുക്കൊരു ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്താൽ ആ ടെക്സ്റ്റിൻ്റെ ഏത് തരത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്യണം, സെൻറ്റർ അലൈൻമെൻറ്റ്, ബോൾഡ്, അതിൻ്റെ ഫോണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ സെൽ മെർജിങ്, ഇതൊക്കെ തന്നിരിക്കുന്ന ഓപ്ഷനാണിത്. അപ്പോൾ ആ ബാറിന് നമ്മൾ പറയുക ഫോർമാറ്റ് ബാർ എന്നാണ് പറയുക. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്നത് സെൽ അഡ്രസ്സാണ്. സെൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് കോളംസും റോസും ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്ന എ കോളാണ്, ബി കോളാണ്, സി, ഇങ്ങനെ ഓരോ കോളത്തിനും ഓരോ നെയിം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരുപാട് കോളംസ് ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. നമുക്കൊരു കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കോളംസ് ഇവിടെയുണ്ട്. അപ്പോൾ ഈ കോളംസ് ഇതെല്ലാം ഇവിടെ നമ്മൾ കോളംസ് എന്ന് പറഞ്ഞു. ഇനി ഇവിടെ റോസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 3 എന്ന് പറയുന്ന റോ, 4 റോ, 5, ഇങ്ങനെ ഓരോ റോ തന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ എവിടെയെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗമാണ് ആക്റ്റീവ് സെൽ എന്ന് പറയാം. അപ്പോൾ ഈ സെല്ലിനൊരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സ് എടുക്കുക. ഇവിടെയുള്ള കോളത്തിൻ്റെ നെയിം പറഞ്ഞത് ഇ ആണ്, അതേപോലെ തന്നെ അതിൻ്റെ റോ പറഞ്ഞത് 9 ആണ്. അപ്പോൾ അതിൻ്റെ നെയിം അതിൻ്റെ സെൽ അഡ്രസ്സ് എന്ന് പറയുന്നത് E9 ആണ്. ഞാൻ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിലോ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ G18. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സെൽ അഡ്രസ്സ് എടുക്കുക. അപ്പോൾ ഇതൊരു ആക്റ്റീവ് സെല്ലിൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് കാണിക്കുന്നതാണ് ഈ സെൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു സെല്ലിൽ ഒരു ഫോർമുലയാണ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് കാണിച്ചു തരുന്നതാണ് ഇവിടെ ഫോർമുല ബാർ എന്ന് പറയും. ഇവിടെയാണ് നമുക്ക് ഫോർമുല, നമ്മളിങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അതിലൊരു ഫോർമുല ഉണ്ടെങ്കിലൊക്കെ ഇവിടെ കാണിച്ചു തരുന്നതാണ്. ഇനി ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതേപോലെ തന്നെ ഇവിടെ താഴെയായിട്ട് ഷീറ്റ് 1 കാണാം. നമുക്കിവിടെ ഈ ഒരു പ്ലസ് ബട്ടൺ പ്രസ് ചെയ്താൽ എത്ര ഷീറ്റ് വേണമെങ്കിലും ഇവിടേക്ക് ആഡ് ചെയ്യാം. ഇതേപോലെയുള്ള ഒരുപാട് ഷീറ്റുകൾ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അത് ഡിലീറ്റ് ചെയ്യണമെങ്കിലും റൈറ്റ് ക്ലിക്കിൽ ഡിലീറ്റ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഈ കാൽക്കിലുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും. അതൊന്ന് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഇതിന് പകരം നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ടേബിളാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ റിസോഴ്സിൽ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. സ്കൂൾ റിസോഴ്സ് എടുത്തു, അതിൽ ക്ലാസ് 8 എടുത്തു, ഇതിൽ table.jpg എന്നുള്ളതുണ്ട്, അതെടുത്തു. അപ്പം നമുക്ക് ആദ്യം കൊടുത്ത പോലെ ഇൻകം എന്ന് കൊടുക്കാം. ഇവിടെ ഇൻകം എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കോളം ഉണ്ടെന്ന് നോക്കാം. 6 കോളം ഉണ്ട്. അപ്പോൾ 6 കോളത്തിലേക്ക് ഇത് മെർജ് ചെയ്യുന്ന രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഇൻകം എന്നുള്ളത് നമ്മളിങ്ങനെ 6 കോളത്തിലേക്കായിട്ട് മെർജ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കോളത്തിലേക്ക് മെർജ് ചെയ്തു. ഇതിനെ നമുക്ക് ഒരൊറ്റ സെല്ലായിട്ട് മാറ്റണം. അപ്പോൾ അതിനായിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ മുകളിലായിട്ട് കാണുന്ന മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു.
ഇനി നമുക്കിതിനൊന്ന് ബോൾഡാക്കി കുറച്ച് വലുതാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ ആയിട്ടാണ് ജൂണിന് ടൈപ്പ് ചെയ്യേണ്ടത്. ഒക്ടോബർ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്കിവിടെ ഓരോന്നിൻ്റെ വാല്യൂ കൊടുക്കണം. അതിനായിട്ട് അടുത്തത് കൊടുക്കുക. ഇവിടെ 29,000 എന്നുള്ളത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഒന്ന് അതിന് ബോൾഡ് ആക്കുകയാണ്. അതേപോലെ തന്നെ സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കുക. ഇവിടെ സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുത്തു. അതേപോലെ തന്നെ സൈസും കൂട്ടുന്നു. ഇതിനുള്ളിൽ ഫില്ലായിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ ഒന്ന് എന്നുള്ള അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് കുറച്ചൊന്ന് വലുതാക്കി കൊടുക്കുക. ഇനി അതേപോലെ താഴെയുള്ളതും നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. നമുക്കൊന്ന് കുറച്ച് വലുതാക്കണം. അതിനായിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇതിൻ്റെ സൈസ് ഒന്ന് വലുതാക്കണമെങ്കിൽ നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് സൈസ് വലുതാക്കാം. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ്. അത് കൊടുക്കുക. നേരത്തെ പോലെ തന്നെ ഇതിനെ ഈ ഒരു ഫുള്ളായിട്ട് നമുക്ക് മെർജ് ചെയ്യണം. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇതിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തു. ഇവിടെ തൊട്ട് മുകളിലായിട്ട് കാണുന്ന ക്ലോൺ ഫോർമാറ്റിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇവിടെ ജസ്റ്റ് എക്സ്പെൻഡിച്ചർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു മോഡലിൽ തന്നെ ഇതായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേണമെങ്കിൽ ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. ഇതിനെ ഒന്ന് ഇനി നമുക്കിതിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് ചെയ്യാം. ആദ്യം തന്നെ ഇതിൻ്റെ സമ്മ് കാണുകയാണ്. ഇവിടേക്ക് ഇതിൻ്റെ സമ്മ് കാണുന്ന രീതിയിലേക്കാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ അത് സമ്മ് കാണുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സമ്മ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഏത് സെല്ലിലാണോ നമുക്ക് സമ്മ് കിട്ടേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്തു. ഇവിടെ തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്കൊരു സിഗ്മ എന്നുള്ളൊരു ഐക്കൺ കാണാം. ഈ സിഗ്മ എന്നുള്ള ഇതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് വേണ്ടത് സം എന്നുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള സെല്ല് ഏത് സെല്ല് തൊട്ടാണ് ഏത് സെല്ല് വരെയാണ് വേണ്ടത് അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ സെല്ല് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് സെല്ല് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ റേഞ്ച് ഇവിടെ കാണിക്കുന്നുണ്ട്. B6 എന്നാണ് ആദ്യത്തെ സെല്ല് വരുന്നത്. അതേ തൊട്ട് B11 എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണെന്ന് വേണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്താൽ അവിടുത്തെ ആൻസർ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ആൻസർ വന്നത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇവിടെ ഈ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ഈ സിഗ്മ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ സമ്മ് കൊടുത്തു. അപ്പം അവിടെ ഡിഫോൾട്ടായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുന്നു. അവിടെ ആൻസർ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു സെല്ലിൽ സെലക്ട് ചെയ്താൽ ഇവിടെ അതിൻ്റെ വാല്യൂ ആണ് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഫോർമുല ബാറിൽ നോക്കിയാൽ കാണാം അതിൻ്റെ ഫോർമുലയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമുല അടുത്ത സെല്ലിലേക്കും കൂടി ഫില്ല് ചെയ്താൽ ആ ഒരു വാല്യൂ തന്നെ അതിൻ്റെ ആൻസറാണ് ഇവിടെ വരിക. അപ്പോൾ നമ്മളിവിടെയുള്ള ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ആ സെല്ലിൻ്റെ ഇവിടെ ഈ ഡോട്ടിൻ്റെ അവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം. ഇതിനെ നമ്മൾ ഫിൽ ഹാൻഡിൽ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഫിൽ ഹാൻഡിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ അടുത്തയിലേക്ക് നമ്മളിങ്ങനെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെ അതിൻ്റെ ടോട്ടൽ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ D6 to D11 ആണ് റേഞ്ച് വന്നിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് C6 to C11. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ തന്നെ വന്നിട്ടുണ്ട്. ഓരോ സെല്ലും പ്ലസ് ആയിട്ടാണ് അതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. E6 അതേപോലെ ഇവിടെ ആകുമ്പോൾ F6 എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കിതിൻ്റെ വാല്യൂ എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ചെയ്യാനുള്ള അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാനാണ്. ആവറേജ് ഓഫ് ഇത്രയും ഇതിൻ്റെ ഗ്രോസറിയുടെ ഫുള്ളായിട്ടൊരു ആവറേജാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു സെല്ലാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഏത് സെല്ലിലാണോ ആൻസർ വേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും ഈ സിഗ്മയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ആവറേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവറേജ് എന്ന് കൊടുത്ത ഇതിൽ തന്നെ അത് ഡിഫോൾട്ടായിട്ട് ഇത് സെലക്ട് ആയിട്ടുണ്ട്. നമുക്ക് സെലക്ഷൻ മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കാം നേരത്തെ പോലെ, ഇല്ലെങ്കിൽ ജസ്റ്റ് എൻ്റർ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ ഇങ്ങനെ പോയിൻ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പോയിൻ്റ് കഴിഞ്ഞുള്ള നമ്പർ വേണ്ട, നമുക്കത് റൗണ്ട് ചെയ്തിട്ടാണ് വരേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. തൊട്ട് മുകളിലായിട്ട് 2 ഓപ്ഷൻ കാണാം. ആഡ് ഡെസിമൽ പ്ലേസും അതേപോലെ തന്നെ ഡിലീറ്റ് ഡെസിമൽ പ്ലേസും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൽ ഈ സെല്ലിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡെസിമൽ പ്ലേസ് പോയതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ ഡെസിമൽ പ്ലേസ് ഒഴിവാക്കണമെങ്കിൽ ഇവിടെ ഒഴിവാക്കിയാൽ മതി. ഇപ്പോൾ റൗണ്ട് ചെയ്ത വാല്യൂ ആണ് ഇവിടെ വന്നിരിക്കുക. ആദ്യം നോക്കിയാൽ കാണാം 960 ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളിവിടെ സെലക്ട് ചെയ്ത സമയത്ത് 961 എന്നുള്ള റൗണ്ട് ചെയ്ത വാല്യൂ വന്നിട്ടുണ്ട്.
ഇനി നമുക്കത് ബാക്കിയുള്ളതിലേക്കും കൂടി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെയുള്ള ഈ ഒരു ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു, ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള എല്ലാ സെല്ലിലും ഇവിടെ ഞാനിപ്പം ഈ ഒരു പോയിന്റ് കളഞ്ഞതുകൊണ്ട് ബാക്കിയുള്ള സെല്ലിൽ അങ്ങനെ തന്നെയാണ് ആൻസർ വരിക. അപ്പം നമ്മളിവിടെ ഇനി അടുത്ത് ചെയ്യുന്ന സോർട്ട് ചെയ്യാണ്. സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ തന്നിരിക്കുന്ന വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ചിലവായത് ഏതാന്നുള്ളതാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. നമ്മളിപ്പോൾ മാർക്ക് ലിസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഏറ്റവും കൂടുതൽ ടോട്ടൽ കിട്ടിയ ആളെ ഏറ്റവും ടോപ്പിലായിട്ട് ഫസ്റ്റ് റാങ്ക് എന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ഇവിടെ നമ്മളിപ്പോൾ ഇതൊന്ന് സോർട്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് വേണ്ട സെല്ലുകൾ മാത്രം സെലക്ട് ചെയ്തു, ഇത്ര മാത്രം സെലക്ട് ചെയ്തു. ഇനി ഡാറ്റയിൽ സോർട്ട് എന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് സോർട്ട് ചെയ്യേണ്ടത് ഇവിടെയുള്ള ആവറേജ് എന്നുള്ള ഈ ഒരു കോളത്തെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ആവറേജ് എന്നുള്ള കോളം ജി എന്ന് പറയുന്ന കോളാണ്. അപ്പോൾ അവിടെ കോളം ജി എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. നമുക്കിവിടെ ഏറ്റവും കൂടുതലുള്ള വാല്യൂ ആണ് ഏറ്റവും ടോപ്പിൽ വരേണ്ടത്, ഏറ്റവും കുറവുള്ളത് താഴെയായിട്ടാണ് വരേണ്ടത്. അപ്പോൾ അത് നമ്മൾ കൊടുക്കേണ്ടത് ഡിസെൻഡിങ് എന്നുള്ളതാണ്. അങ്ങനെ കൊടുത്തു, ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഏറ്റവും കൂടുതൽ ആവറേജ് ഉള്ളത് ഈ പറയുന്ന ഗ്രോസറിയാണ്. അത് ഏറ്റവും ടോപ്പിലായിട്ട് വന്നു. പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്തില്ലെങ്കിൽ ഇത് മാത്രം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആകെ ഈ ഒരു ചെയ്ത വെച്ച പ്രോഗ്രാം മൊത്തത്തിൽ കൺഫ്യൂഷനാവും. അതിനാണ് ഈ പറയുന്ന സെല്ലെല്ലാം കൂടി സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇനി നമുക്കിവിടെ തന്നതുപോലെ ഇതിനൊക്കെ ഒന്ന് കളറൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ബോർഡേഴ്സൊക്കെ ഒന്ന് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടേക്ക് വീണ്ടും വന്നു, ഇവിടെ ടോട്ടൽ എന്ന് കൊടുക്കുക. ടോട്ടൽ, കാറ്റഗറി, ആവറേജ് എന്നൊക്കെ ഇവിടെ കൊടുക്കണം. അങ്ങനെ തന്നെ കൊടുക്കാം. അതിൻ്റെ ഇവിടെ തൊട്ട് മുകളിലായിട്ട് ഇൻകം എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ മുകളിലായിട്ടൊരു റോ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. അതിനായിട്ട് ഇവിടെ സെലക്ട് ചെയ്യുന്നു. എവിടെയാണോ നമുക്ക് വേണ്ട ആ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്കിൽ ഇൻസേർട്ട് റോസ് എബോവ് എന്ന് കൊടുത്തു. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഇൻകം എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അത് കൊടുക്കുന്നു. ഇവിടേക്ക് ഫുള്ളായിട്ട് വരണം. അപ്പോൾ ഇത് മൊത്തത്തിൽ എവിടം വരെ വരണോ അവിടം വരെ നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടെ മെർജ് എന്നുള്ള കൊടുത്തു. ഇതിന് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്യാം. റെഡ് കളറാണ് വേണ്ടത് ഇവിടെ നിന്ന്, അല്ലെങ്കിൽ നമുക്കിവിടെ പ്രോപ്പർട്ടീസ് എടുത്തിട്ടും വേണമെങ്കിൽ റെഡ് കളറ് കൊടുക്കാം. ഇനിയുള്ള ഈ ഗ്രോസറീസ് എന്നുള്ളതിനൊക്കെ ബോൾഡ് കൊടുക്കണം. ഇനി ഇത് തന്നെ ഈ ടോട്ടലിലും അതേപോലെ തന്നെ അവിടെയും കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സെല്ലിൽ സെലക്ട് ചെയ്തു. ഈ കാണുന്ന ക്ലോൺ ഫോർമാറ്റിംഗ് കൊടുത്തു. ഇവിടെ നിന്ന് ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് എന്ന് കൊടുക്കാം. ഇവിടെ കാറ്റഗറി എന്ന് കൊടുക്കണം. ഇവിടെ ഒരു സെല്ല് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ ഇൻസേർട്ട് റോസ് എബോവ് കൊടുത്തു. ഇവിടെ കാറ്റഗറി എന്ന് കൊടുക്കുന്നു. ഇനി ബാക്കി ഇത് നമുക്ക് കോപ്പി ചെയ്താൽ മതി. സെലക്ട് ചെയ്യുന്നു, കോപ്പി എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് പേസ്റ്റ് കൊടുക്കുക. ഇവിടെ ആവറേജ് എന്ന് കൊടുക്കണം. അപ്പോൾ ഇതേ ഫോർമാറ്റ് വരാൻ വേണ്ടിയിട്ട് ഇവിടെ സെലക്ട് ചെയ്തു, അങ്ങനെ കൃത്യമായിട്ട് സെറ്റ് ചെയ്തു. ഇവിടെയും ആവറേജ് വരണം. അതിനായിട്ട് ഇവിടെ സെലക്ട് ചെയ്തു. ഇനി നമുക്കിതിനൊരു ബോർഡർ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇത് നമുക്ക് ബോർഡർ വേണ്ട സെല്ലൊക്കെ കൂടി സെലക്ട് ചെയ്യുക. ഇവിടെ ഫോർമാറ്റിൽ സെൽസ് എന്നുള്ള എടുത്തു. അതിലിവിടെ ബോർഡേഴ്സ് കാണാം, അതെടുത്തു. ഇവിടെ നമുക്ക് ഈ 4th വൺ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഔട്ടർ ബോർഡറും അതേപോലെ തന്നെ ഇന്നർ ബോർഡറും ഉണ്ട്. അതിന് ഇവിടെ നോ ബോർഡർ, ഇത് ഓരോന്നുണ്ട്. അതിലേതാണോ വേണ്ടത് എടുക്കാം. അതേപോലെ തന്നെ സ്റ്റൈല് കൊടുക്കാം. അതേപോലെ കളറ് വേണമെങ്കിലൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം കളറൊന്നും സെലക്ട് ചെയ്തിട്ടില്ല. ഇത് 4th വൺ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ അതൊക്കെ ഒരു ബോക്സിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലെങ്ങനെയാണ് ഒരു ചാർട്ട് കൊടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് ചാർട്ട് കൊടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് കാറ്റഗറി തൊട്ടിട്ട് ഈ ഒക്ടോബർ വരെയുള്ള ഈ ഭാഗമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ സെലക്ട് ചെയ്യുന്നു. ടൈറ്റിൽ ഇവിടം വരെ നമ്മൾ സെലക്ട് ചെയ്യും. ആവറേജ് വേണ്ട ഇത്രയും സെലക്ട് ചെയ്തു. അതിന് ശേഷം ഇൻസേർട്ടിൽ ചാർട്ടാണ് കൊടുക്കേണ്ടത്. ഇൻസേർട്ട് എന്നുള്ളത് എടുത്തു, ചാർട്ട് എന്നുള്ളത് എടുക്കാം. ഇല്ലെങ്കിൽ ഇവിടെ ചാർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ചാർട്ട് എന്നുള്ളത് എടുത്തു. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നതിൽ നമ്മൾ ഏത് ചാർട്ടാണ് വേണ്ടതെന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ചാർട്ട് തന്നെയാണ് കൊടുത്തത്. നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. റേഞ്ച് എന്നുള്ളത് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ റേഞ്ച് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ സെലക്ഷനൊന്നും മാറ്റുന്നില്ല, അത് തന്നെ കൊടുക്കുന്നു. നെക്സ്റ്റ് എടുക്കുന്നു. ഇവിടെ നെക്സ്റ്റ് കൊടുത്തു. ഇവിടെ ടൈറ്റിൽ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ഇവിടെ എന്താ ടൈറ്റിൽ വേണ്ടത്, ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ എക്സ്പെൻഡിച്ചർ ഫോർ 5 months എന്നാണ്, അത് കൊടുക്കുന്നു. ഇനി അതേപോലെ
സബ് ടൈറ്റിൽ കൊടുത്തിട്ടില്ല. ഡിസ്പ്ലേ ലെജൻഡ് എന്നുള്ളത് ഇതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന റൈറ്റ് എമൗണ്ട്, എക്സ് ആക്സിസിൽ എമൗണ്ട്, വൈ ആക്സിസിൽ കാറ്റഗറി എന്നുള്ളത് കൊടുക്കുക. ഇവിടെ എമൗണ്ട് എന്ന് കൊടുക്കുന്നു, വൈ ആക്സിസിൽ കാറ്റഗറി എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഫിനിഷ് എന്ന് കൊടുക്കുന്നു. ടെക്സ്റ്റിൽ തന്നതുപോലെയുള്ള ഒരു ചാർട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കതിനെ മൂവ് ചെയ്ത് ബാക്കിയുള്ള സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ ജസ്റ്റ് കൊണ്ടുവന്നാൽ പ്ലസ് ഐക്കൺ കാണാം. അതിന് എവിടേക്കാണോ വേണ്ടത് അവിടേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. വേണ്ട സൈസിലേക്കൊക്കെ ആക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് സേവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് 8ൽ നിങ്ങളുടെ റോൾ നമ്പറോ എന്താണോ എക്സ്പെൻഡിച്ചറിനോ എന്ത് വേണേൽ കൊടുത്തിട്ട് സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.